HPTech എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കുമായാണ് ലിഥിയം അയൺ ബാറ്ററി. നമുക്കെങ്ങനെ ഒരു ലിഥിയം അയൺ ബാറ്ററിയിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. പലരും പറഞ്ഞിരുന്നു സോൾഡർ ചെയ്ത് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കോമൺ ആയിട്ട് ലിഥിയം അയൺ ബാറ്ററിയിൽ വാട്ടർ വെൽഡാണ് ചെയ്യാറ്. പക്ഷേ നമ്മൾ വീടുകളിൽ ചിലപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതുപോലുള്ള ബാറ്ററി നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ, FM റേഡിയോ, അതുപോലെ തന്നെ എമർജൻസി, നമ്മുടെ കറണ്ട് പോയാൽ കത്തുന്നൊരു ബൾബില്ലേ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത്, അതിൻ്റെ അകത്ത് അപ്പോൾ ഇങ്ങനത്തെ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് മാറ്റിയിടണമെങ്കിൽ ഈ ഒരു സോൾഡറിങ് നിങ്ങൾക്ക് ഉപകരിക്കും. കാരണം ഇത് ചിലവർ പറയുന്നത് അങ്ങനെ പിടിക്കുന്നില്ല എന്നാണ്. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്താൽ ഇതിൽ വെൽഡ് പിടിക്കുന്നതാണ്. നമുക്ക് സോൾഡർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഫ്ലക്സ് ആണ്, സോൾഡറിങ് ഫ്ലക്സ്. ഞാൻ ഈ ഒരു ഫ്ലക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് അത്യാവശ്യം സോഫ്റ്റായ ലെഡാണ്, വലിയ ഹാർഡല്ല, മീഡിയം ലെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലിഥിയം അയൺ ബാറ്ററി നമ്മൾ ഇവിടെ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഫ്ലക്സ് അപ്ലൈ ചെയ്യണം. ഈ ഫ്ലക്സ് നമ്മൾ അതിൽ അപ്ലൈ ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നത്. അപ്പോൾ ബാറ്ററിയിൽ ഫ്ലക്സ് അപ്ലൈ ചെയ്തു. അതിലേക്ക് നമ്മൾ ലെഡ് ഫീഡ് ചെയ്തെടുക്കണം. നമ്മൾ വേസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ലെഡ് ഫീഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ലെഡിനെ നമ്മൾ ഇവിടെ കറക്റ്റ് സ്ഥലത്ത് തന്നെ നമ്മൾ അവിടെ ടച്ച് ചെയ്ത് കൊടുക്കുക. മൂവ് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുത്താൽ അത് അവിടെ അങ്ങ് നിൽക്കും. ഇതിന് ശേഷം നമ്മൾ വയറിൻ്റെ തലക്കിൽ നമ്മൾ ഫ്ലക്സ് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ലെഡ് അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് സോൾഡറിങ് ചെയ്ത് ടച്ച് ചെയ്തെടുക്കാൻ പറ്റൂ. ഇത് ഇതിന് ശേഷം വേറെ റിമൂവ് ചെയ്തെടുക്കണം. എന്നാലേ അത് ഈ ഒരു ടൈറ്റ് തന്നെ അവിടെ പിടിച്ചു കിട്ടൂ. അധികം നമ്മൾ വയർ വെക്കുമ്പോൾ ടച്ച് ചെയ്ത് വെക്കരുത്. അപ്പോൾ അത് വെൽഡ് ആയതിനു ശേഷം നമ്മളൊന്ന് വലിച്ച് നോക്കണം. ചൂടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വലിച്ച് നോക്കണം. നല്ല പാടായിട്ട് തന്നെ വെൽഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ സോൾഡർ ആയിട്ടുണ്ട്, നല്ല ഉറപ്പിൽ തന്നെ ഇവിടെ വെൽഡായിട്ടുണ്ട്. ഓക്കെ, ഇത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇവിടെ നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ചെറിയൊരു ക്രാക്ക് വരുത്തണം. അത് നമ്മൾ സാൻഡ് പേപ്പർ കൊണ്ട് ചെറുങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ ചെറിയ ചെറിയ വരകൾ അവിടെ രൂപപ്പെടും. അവിടെ നമ്മൾ ഫ്ലക്സ് തേച്ച് ഇതേപോലെ ലെഡ് ഫീഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഈ വയറിൻ്റെ തലയ്ക്കൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇൻസുലേഷൻ കളഞ്ഞിട്ട് അവിടെ ലെഡ് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഫ്ലക്സ് തേച്ച് പിടിപ്പിച്ച് ലെഡ് നമ്മളോട് അപ്ലൈ ചെയ്തിട്ട് മാത്രമേ ഇതിൻ്റെ മുകളിലേക്ക് വെൽഡിങ് ചെയ്യാവൂ. എന്നാലേ നല്ല ഫിനിഷിംഗ് വെൽഡായി കിട്ടും. ഓക്കെ, അപ്പോൾ എനിക്കിത് വേഗം വെൽഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാനിത് ചെയ്യുന്നതിനെ കൊണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചെയ്യാത്തവർ കുറച്ച് 2-3 പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരും, എന്നാലേ ഇത് നല്ലോണം വെൽഡ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതിന് മെയിനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലീൻ ചെയ്യാണ്. നമ്മൾ വെൽഡ് ചെയ്യുന്ന ഒരു ഭാഗം നല്ലോണം ക്ലീൻ ചെയ്തിട്ട് സാൻഡ് പേപ്പർ എടുത്ത് പതുക്കെ ഒന്ന് ഉരച്ച് കൊടുത്താൽ നല്ലതാണ്. ചെറിയൊരു ക്രാക്ക് വരുത്തുന്നത് നല്ലതാണ്. എന്നിട്ട് നമ്മൾ ഫ്ലക്സ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സോൾഡറിങ് ആണ് നല്ലോണം ചൂടായ ശേഷമാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. എന്നാലേ ഇത് നല്ലോണം അവിടെ പിടിക്കൂ. ഓക്കെ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.